ഹായ്, ഇന്നൊരു ഇയർ ഡ്രോയിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഡ്രോയിങ് നമുക്ക് ഇപ്പോഴത്തേക്ക് പകർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഞാനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം അതിന് താഴെയായിട്ട് വലിയ സർക്കിളിനേക്കാളും കുറച്ച് ചെറിയൊരു സർക്കിൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സർക്കിളിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ നീളം അല്ലെങ്കിൽ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ ഷേപ്പ് മൊത്തത്തിൽ മാറും. ഞാൻ എടുത്തിരിക്കുന്ന ആ രണ്ട് സർക്കിളിൻ്റെയും ഡിസ്റ്റൻസ് തന്നെ വരയ്ക്കുക. പിന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ ലൈൻസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ രീതിയിൽ 3 ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ജോയിൻ ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ താഴേക്ക് വന്ന് ഓക്കെ, ഇനി ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ വരയ്ക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ വരയ്ക്കാൻ നോക്കുക. ആ പോയിന്റിലേക്ക് നമുക്ക് ഈ ലൈനിനെ ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലൈൻ ഇതുപോലെ വരയ്ക്കാം. ഇങ്ങനെ വന്ന് ഈ രീതിയിൽ രണ്ടാമത്തെ ലൈൻ. ഓക്കെ, പിന്നീട് ഈ സെൻറ്റർ ലൈനിലൂടെ പോകുന്ന ഒരു ലൈന് നീട്ടിയിട്ട് ഉണ്ടോ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ സെൻറ്റർ ലൈൻ കാണുന്നുണ്ടോ, അതിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലൊരു ഓഫായിട്ടുള്ള ഒരു കർവ്ഡ് ആയിട്ടുള്ള ലൈൻ ഇട്ട് കൊടുത്തു. ഓൾമോസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ വരച്ച ആ ഡ്രോയിങ് തന്നെ ഇപ്പുറത്തേക്ക് പകർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടല്ലേ. ഞാൻ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുകയാണ്. നമുക്ക് ഈ ലൈൻസൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ വേണ്ട ലൈൻസ് മാത്രം കട്ടി കൂട്ടി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് എറേസ് ചെയ്ത് കളയാം. അതായത് നമ്മൾ ആദ്യം വരച്ച രണ്ട് സർക്കിളും സെൻറ്ററിലൂടെ പോകുന്ന ആ ലൈൻസും മാത്രം എറേസ് ചെയ്യാം. അപ്പം ഒരു ചെവിയുടെ ബേസിക് ആയിട്ടുള്ള ഷേപ്പ് കിട്ടിയല്ലേ. അതിനുശേഷം അത് ഞാൻ ആ ഒരു ഭാഗം ഫിൽ ചെയ്തു. ഈ ഒരു ഭാഗവും ഫിൽ ചെയ്തു.
ഫിൽ ചെയ്ത് വരികയാണ്. അപ്പം ചെരിച്ച് പിടിച്ചിട്ട് ഒരു വൺ ഡയറക്ഷനിലായിട്ട് തന്നെ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാതെ ഒരു വശത്തേക്ക് തന്നെ ചെയ്യാം. ഈ ഒരു ഏരിയയിലും ഷെയ്ഡ് ചെയ്തു. അതിനുശേഷം ഒരു 10B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് കട്ടിയാക്കി കൊടുക്കുകയാണ് ഷെയ്ഡ്. കണ്ടോ, ഞാൻ എവിടെയാണോ ഡാർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ കട്ടി കൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഷെയ്ഡ് ചെയ്യുന്ന പെൻസിൽ HB ആണ്. HB വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ പെൻസിൽ, ആ പെൻസിലിൻ്റെ പ്രഷർ കുറച്ചിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഒരു 6B വരെയുള്ള പെൻസിൽസ് പ്രഷർ കൊടുക്കാതെ നിങ്ങൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്താലും HBൻ്റെ റിസൾട്ട് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഈ ഏരിയാസൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഏരിയാസൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലെയറായിട്ടാണ് കട്ടി കൂട്ടി വരുന്നത്. ലെയർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ ഡാമേജ് ആവുന്നത് കുറയും. ആദ്യം തന്നെ കട്ടി കൂട്ടാതെ നമ്മൾ മെല്ലെ മെല്ലെ പ്രഷർ കൊടുക്കാതെ കുറച്ചായിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോഴുള്ള ഗുണം പേപ്പർ ഡാമേജ് ചെയ്യുന്നത് കുറയും. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഞാൻ എവിടേക്കാണോ ഷെയ്ഡ് ചെയ്യുന്നത് അവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യാം. നമ്മൾ ഡാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പ്രകാശം തട്ടുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരിക. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഒരു ഷേപ്പ് രൂപപ്പെടുന്നത് നമുക്കൊരു ഐഡിയ കിട്ടും.
ഇനി നമുക്ക് ഈ ഏരിയാസും കൂടെ ഒന്ന് വൺ ഡയറക്ഷനായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ വരച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മളൊരു ഇയർ ഡ്രോയിങ് ആയി. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഞാൻ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഷെയ്ഡിങ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ ഡാർക്ക് കൂട്ടി വരികയാണ്. ഈ ഒരു ഭാഗത്ത് ഞാൻ നന്നായിട്ട് ഡാർക്ക് ചെയ്യുന്നുണ്ട്. പതുക്കെ ഡ്രോയിങ് ഒരു 3D ഷേപ്പിലേക്ക് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ഈ ഒരു ഏരിയാസിലും കൂടെ ചെയ്യാം. അതായത് ഇപ്പം നല്ല രീതിയിൽ മടക്കുള്ള ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ള ഷെയ്ഡ് വേണം. ഇനി ചെറിയൊരു മടക്കൊക്കെ ആണെങ്കിൽ അതിനെക്കാട്ടിയും കുറച്ച് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വേണം. ഇനി പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഹൈലൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള റൂൾസ്. അങ്ങനെയാണ് ഒരു ഷേപ്സ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഈ ഒരു ഏരിയാസിൽ ഇതുപോലെ ഒരു ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ വരിക, കണ്ടോ? എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു വെള്ള ലൈൻ പോലെ അവിടെ ആ ഭാഗം ഒഴിച്ച് വിടുക. പിന്നെ അവിടെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു മടക്കുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് അവിടെയും കൊടുത്തു. ഇപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ബ്ലെൻഡിങ് സ്റ്റംപ് എടുത്തു എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡിങ് സ്റ്റംപ് എടുക്കുമ്പം ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു, നമുക്ക് വേണ്ട സൈസ് അനുസരിച്ചാണ് എടുക്കേണ്ടത്. ബ്ലെൻഡിങ് സ്റ്റംപ് തന്നെ ചെറുതും വലുതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ചെറിയൊരു ബ്ലെൻഡിങ് സ്റ്റംപാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് ഈ ഏരിയാസിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ കട്ടി കൂടുതൽ വേണ്ടത് അവിടെ ഒന്നും കൂടെ ഒന്ന് കട്ടിയാക്കി കൊടുക്കുക. കാരണം ബ്ലെൻഡ് ചെയ്യുമ്പോൾ അതൊന്ന് പരക്കും നമ്മൾ ചെയ്ത ഗ്രാഫൈറ്റ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ ഇതുപോലെ വീണ്ടും എവിടെയാണോ ഡാർക്ക് വേണ്ടത് അവിടെ ഒന്നും കൂടെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ബ്ലെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി അവിടെ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ളത് ഷെയ്ഡ് വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നോക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട് താഴെ നെക്സ്റ്റ് അടിച്ചാൽ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാം. നിങ്ങളത് നോക്കിയിട്ട് വരച്ചാൽ മതി. എക്സാക്റ്റ് ഈ ഫോട്ടോ അല്ല, അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി വരയ്ക്കുന്നതിൻ്റെ ഒരു 40% എങ്കിലും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയ ഒരു ഫോട്ടോ നെക്സ്റ്റ് അടിക്കുമ്പോൾ തരുന്നത്. ഓക്കെ, ഉണ്ട്. ഈ ഏരിയാസിലൊന്ന് ബ്ലെൻഡിങ് സ്റ്റമ്പ് എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അവിടെ നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും ഒരു 3D ആയിട്ടുള്ള ഒരു പേപ്പറിൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് താഴെയും കൂടി ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈലൈറ്റ് കൊടുക്കാം. ഞാനിവിടെ എറേസർ എടുത്തിട്ട് ഉണ്ടോ ഈ ഏരിയാസിലും ഞാൻ കൊടുക്കുന്ന ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒന്ന് എറേസർ വെച്ചിട്ട് ഒന്ന് ചെയ്താൽ മതി. ഈ ഒരു ഏരിയാസിൽ വേണം. ഇത് മോണോസീറോ ഇറേസർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും അത് വാങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം കയ്യിലുള്ള ഇറേസർ വെച്ച് ചെയ്യുന്നത്. ഇനി ഹെയർ ഡ്രോയിങ് ഒക്കെ വരുമ്പോൾ മോണോസീറോ വെച്ചിട്ട് തന്നെ ഡ്രോയിങ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇയർ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു തവണ തെറ്റിയാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.